ഫലസ്തീൻ സ്വാതന്ത്ര്യ പോരാട്ടം അഥവാ തൂഫാനുൽ അഖ്സ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 തുടങ്ങിയ തൂഫാനുൽ അഖ്സയ്ക്ക് ഇന്ന് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു വർഷത്തിനിടയിൽ ലോകം വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായി എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. കാരണം ഫലസ്തീൻ സ്വാതന്ത്ര്യ പോരാട്ടം എന്നുള്ളത് കേവലം ഫലസ്തീനിലും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലും മാത്രം ചുരുങ്ങിയ ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഫലസ്തീൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിനുള്ള മുറവിളികൾ ഉയരുന്നുണ്ട്. ലോകത്തുള്ള മനുഷ്യാവകാശ ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള, അല്ലെങ്കിൽ അവകാശ ബോധമുള്ള മുഴുവൻ ജനസമൂഹവും, മുഴുവൻ ലോകത്തുള്ള ജനങ്ങളും ഫലസ്തീൻ ജനതയോടൊപ്പം അവരുടെ പോരാട്ടത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വർഷം കഴിയുമ്പോൾ തൂഫാനുൽ അഖ്സ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. കാരണം കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് തൂഫാനുൽ അഖ്സ തുടങ്ങി വെച്ചത്. അത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് മുതൽ ലോകത്തിലെ കേളികേട്ട സംവിധാനങ്ങൾ മുഴുവൻ കയ്യിലുള്ള മൊസാദിനെ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചാര ഏജൻസികൾ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് അവിടുത്തെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി, സൈനികരെ അടക്കം പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ സൈറണുകൾക്കിടയിൽ, അതായത് ഈ ഒരു അയൺ ഡോമുകൾക്കിടയിൽ ഫലസ്തീനിലെ തൂഫാനുൽ അഖ്സ അഥവാ ഹമാസിന്റെ റോക്കറ്റുകൾ പതിയുന്ന കാഴ്ചകളും കണ്ട വർഷമാണ് കഴിഞ്ഞ വർഷം. അതിനുശേഷമാണ് ഈ ഇസ്രായേൽ വലിയൊരു അധിനിവേശം ഹമാസിനെ തീർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗസയിലേക്കും അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ മറ്റു മേഖലകളിലേക്കും കടന്നു ചെന്നത്, പ്രത്യേകിച്ചും ഗസയിലേക്ക്. എന്നാൽ ഈ ഒരു വർഷത്തിന് ശേഷം നമ്മൾ ഇതിന്റെ ഒരു പുനർവിചിന്തനം നടത്തുമ്പോൾ ഏത് കാര്യത്തിലേക്കാണ് ഇത് ചെന്നെത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഫലസ്തീൻ പ്രശ്നം ഗസയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഗസയ്ക്ക് കഴിഞ്ഞ് ഇപ്പോൾ അത് ലെബനാനിലെ ഹിസ്ബുള്ളയുമായിട്ടുള്ള നേരിട്ടുള്ള ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടവുമായി അത് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാഖിലെ പോരാളി ഗ്രൂപ്പും യമനിലെ ഹൂത്തികളും അതോടൊപ്പം തന്നെ ഇറാൻ എന്ന രാജ്യവും ഈ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. ഇപ്പോഴിത് കേവലം ഹമാസ് മാത്രം ഉൾപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഫലസ്തീനിലെ ജനത മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമല്ല, അതിനപ്പുറം ലോകം മുഴുവൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഇസ്രായേൽ എന്താണ് അവകാശപ്പെട്ടത്? തൂഫാനുൽ അഖ്സ തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ ഫലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഗസയിലേക്ക് അധിനിവേശം നടത്തി അവിടെയുള്ള സിവിലിയൻസിനെ മുഴുവൻ കൊന്നൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. വ്യാപകമായ ആക്രമണങ്ങൾ നടത്തി അവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. പക്ഷേ ഇസ്രായേൽ ഫലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഗസയിലേക്ക് അധിനിവേശം നടത്തുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, ഹമാസിനെ ഒരാഴ്ചക്കകം ഞങ്ങൾ ഫിനിഷ് ചെയ്യുമെന്നാണ്. അതായത് 1.5 ലക്ഷം മിലിറ്ററി ഗസയെ വളഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഹമാസിനെ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഹമാസ് എന്നുള്ള പ്രത്യയശാസ്ത്രം ഈ ഭൂമുഖത്തെ ബാക്കിയുണ്ടാകില്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഇസ്രായേൽ ഗസയിലേക്ക് ഇരച്ചു കയറിയത് അല്ലെങ്കിൽ ആക്രമണം തുടങ്ങിയത്. അതിന് ലോകത്തിലുള്ള വൻ ശക്തികളുടെ മുഴുവൻ പിന്തുണയും ഇസ്രായേലിനുണ്ടായിരുന്നു. അമേരിക്ക അടക്കം, ബ്രിട്ടൻ അടക്കം ഈ ഒരു സാമ്രാജ്യത്വ പിന്തുണയുള്ള, അല്ലെങ്കിൽ ലോകത്തിന്റെ വ്യവസ്ഥിതികളെ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ സംഘങ്ങളുടെ പരസ്യമായ പിന്തുണയും അതോടൊപ്പം തന്നെ ചില മുസ്ലിം രാജ്യങ്ങളുടെ രഹസ്യമായ പിന്തുണയും ഇസ്രായേലിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇത് എത്തി നിൽക്കുന്നത്, ഇന്ന് വരെ ഹമാസിനെ പൂർണ്ണമായിട്ടും കീഴടക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം തന്നെ അതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒരു നിരവധി ആളുകളെ കൊണ്ട് നിങ്ങൾ ലക്ഷ്യം നേടിയോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അപ്പോഴാണ് ഹമാസിനെ ഇതുവരെയും ഇസ്രായേലിന് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും ഹമാസിന്റെ നേതാവ് കൂടിയായ, അല്ലെങ്കിൽ ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ കൂടിയായ അബു ഉബൈദ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു യുദ്ധ സാമഗ്രികളും കൃത്യമായ ആയുധങ്ങളും
കൃത്യമായ സംവിധാനങ്ങളില്ലാതെ ഉപരോധത്താൽ വലയപ്പെട്ട ഒരു ജനതയിൽ നിന്നുണ്ടായ ഹമാസ് എന്ന ഗസയെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ ഫലസ്തീനിൽ മാത്രമുള്ള ഒരു ഒരു കിലോമീറ്ററുകൾ മാത്രം ചുറ്റളവുള്ള ഒരു പ്രദേശത്തിലെ ഒരു സംഘടനയെ ഫിനിഷ് ചെയ്യാൻ പോയിട്ട് ഇസ്രായേൽ അവിടെ ആ യുദ്ധം തീർക്കാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇതിൽ ആദ്യം തന്നെ യുദ്ധത്തിനെ കുറിച്ച് പഠിച്ച അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് അവബോധമുള്ള ആളുകൾ തന്നെ പറഞ്ഞത് ഗറില്ല പോരാട്ട മുറകളെ കേവലം ആക്രമണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ്. ഇതിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ഫലസ്തീനിയൻ ജനത ഒരിക്കലും ഇസ്രായേലിന് മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ സ്വാതന്ത്ര്യം അത് ഞങ്ങളുടെ അവകാശമാണെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടി ഇപ്പോഴും അവരുടെ ജീവനും ജീവിതവും ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. അനേകം രക്തസാക്ഷികൾ അവിടെ ഉണ്ടായാൽ പോലും ഒരിക്കൽ പോലും ഇസ്രായേലിന് മുമ്പിൽ അവർ വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ജനതയുടെ പോരാട്ട വീര്യമായിട്ട് കാണേണ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേൽ എന്നുള്ള രാജ്യം ഒരാഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പോൾ ഇസ്രായേലിലെ എല്ലാ മേഖലകളിലും നിരന്തരം സൈറണുകൾക്ക് റെസ്റ്റ് ഇല്ലാതെ, സൈറണുകൾക്ക് നിലയില്ലാത്ത സാഹചര്യത്തിലേക്ക് അത് മാറി. പല രീതിയിലുള്ള ഹിസ്ബുള്ളയുടെ അറ്റാക്കുകൾ നേരിട്ട് ഇസ്രായേലിൽ പതിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്നുള്ള വലിയൊരു ആക്രമണത്തെ അവർക്ക് നേരിടേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഹൂത്തികളും ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഈ യുദ്ധത്തിൽ പങ്കാളികളായി മാറിയിരിക്കുകയാണ്. അഥവാ ഇറാന്റെ പിന്തുണയുള്ള മുഴുവൻ പോരാട്ട ഗ്രൂപ്പുകളും ഈ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം എന്നുള്ളത് ഇസ്രായേലിനെ കൊണ്ട് ഇപ്പോൾ തീർക്കാൻ തീരാത്ത സാഹചര്യത്തിലേക്ക്, ചുറ്റും തീയിട്ട സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത്. ആ തീക്ക് നടുവിലാണ് ഇസ്രായേൽ എന്നുള്ള രാജ്യം ഇപ്പോൾ നിലകൊള്ളുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഫലസ്തീൻ എന്നുള്ള ഹമാസിനെ തീർക്കാൻ പോയിട്ട് ഹമാസ് ബന്ദികളാക്കിയ തങ്ങളുടെ സൈനികരടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു തെളിവ് പോലും പുറത്തു കൊണ്ടുവരാനോ അവരെ കണ്ടെത്താനോ ഇസ്രായേലിന് ഇത്രയും വലിയ ആക്രമണം നടത്തിയിട്ടും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, അതോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ പറയുന്നത് ഹമാസിനെ ഒരിക്കലും ഫിനിഷ് ചെയ്യാൻ കഴിയുകയില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു തൂഫാനുൽ അഖ്സ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളുമായി ഇതിൽ ഹിസ്ബുള്ള രംഗത്തുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ളയും ഇതിൽ രംഗത്തുണ്ട്. ഓർക്കേണ്ട പ്രത്യേകമായ കാര്യം, ഈ ഹമാസ് എന്നുള്ളത് സുന്നി ഓർഗനൈസേഷൻ ആണെങ്കിൽ ഹിസ്ബുള്ള എന്നുള്ളത് ഷിയ മിലിറ്റന്റ് ഓർഗനൈസേഷൻ, ഷിയ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് ഗ്രൂപ്പുകളും ഈ ഒരു പ്രശ്നത്തെ ഐക്യകണ്ഠേന ഒരുമിച്ച് നേരിടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതിനുശേഷം ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ശക്തമായി ഹിസ്ബുള്ളയും ഇസ്രായേലും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് അത് മാറി. ഒക്ടോബർ 7-ന് ഒരാഴ്ച കൊണ്ട് ഹമാസിനെ തീർക്കാൻ പോയ ഇസ്രായേലിലേക്ക് ഒരു വർഷം കഴിഞ്ഞ് ഈ ഒക്ടോബർ 7-നും ഹമാസ് അഥവാ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖസാമിന്റെ റോക്കറ്റുകൾ ടെൽ അവീവിൽ ഇന്നും പതിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും അവരുടെ പോരാട്ട വീര്യത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ നേതാവായ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയിട്ടും ആ സംഘടനയ്ക്ക് ഒരു പോറലേൽപ്പിക്കാനും സത്യത്തിൽ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഏതൊരു പ്രശ്നവും യുദ്ധവും നിങ്ങൾ എത്ര ആളുകളെ കൊല്ലുന്നു, നിങ്ങൾ എത്ര നാശം വിതയ്ക്കുന്നു എന്നതുള്ളതല്ല, നിങ്ങൾ രാഷ്ട്രീയപരമായ നിങ്ങൾ അതിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയോ എന്നുള്ളതാണ്. ഇതിൽ സിവിലിയൻസിനെ പൂർണ്ണമായിട്ടും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നുള്ളത് ആ ജനതയെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. കാരണം ഇതിൽ പൂർണ്ണമായിട്ടും ആദ്യം തന്നെ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ പഠനവിധേയരായ ആളുകൾ പറഞ്ഞത് 3 മാസം ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ഗതി മാറുമെന്നാണ്. എന്നാൽ ഇന്ന് 1 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോഴും ഹമാസ് പോരാട്ട മുഖത്തുണ്ട്. അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ മറ്റ് സ്വതന്ത്ര പോരാട്ട സംഘടനകളുണ്ട്. നേരത്തെ ഇസ്രായേൽ ചെയ്ത ഒരു കാര്യം എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു അബ്രഹാമിക് കരാർ, അബ്രഹാമിന്റെ സന്തതികളായി എന്നുള്ള രീതിയിൽ ഒരു അബ്രഹാമിക് കരാറിലൂടെ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഉണ്ടാക്കിയിരുന്നു. അത് സൗദി അറേബ്യ അടക്കം UAE അടക്കം
അതോടൊപ്പം ഈജിപ്ത്, ഇവിടെ നമ്മുടെ ലിബിയ, അതുപോലെ തന്നെ മുഴുവൻ അറേബ്യൻ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ ഏർപ്പെടാൻ അവർ ശ്രമങ്ങൾ തുടങ്ങി അതിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു. അതിനുള്ള എല്ലാ സാധ്യതകളും അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ബഹ്റൈൻ പോലെയുള്ള രാജ്യത്ത് അവരുടെ എംബസികൾ പോലും തുറക്കാനുള്ള സാഹചര്യമുണ്ടായി, തുറക്കുകയുണ്ടായി. പക്ഷേ തൂഫാനുൽ അക്സ തുടങ്ങിയതിനു ശേഷം ഈ മുഴുവൻ പദ്ധതികളും ഇല്ലാതായി എന്നതാണ്. കാരണം ഈ രാജ്യങ്ങൾക്കൊക്കെ പിന്നീട് നിലപാടെടുക്കേണ്ടി വന്നു. സൗദി അറേബ്യ അടക്കം ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് ഫലസ്തീൻ എന്നുള്ള സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിക്കാതെ ഇസ്രായേലുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾക്കും തങ്ങൾ തയ്യാറല്ല എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് ഇത്തരം രാജ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു. കാരണം സാഹചര്യം പൂർണ്ണമായിട്ടും ഇസ്രായേൽ വിരുദ്ധമായി മാറി. ലോകത്താകമാനം ഉള്ള മാനവിക ബോധമുള്ള മുഴുവൻ ജനസമൂഹവും ഇന്ന് ഇസ്രായേൽ എന്നുള്ള ഈ ഒരു രാജ്യത്തിനും അവിടെ ആ സയനിസ്റ്റുകൾ നടത്തുന്ന ക്രൂരതക്കും എതിരാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്കൊക്കെ ഇതിൽ നിന്നും അവർ ഉണ്ടാക്കിയ പദ്ധതികളിൽ നിന്നും പിന്തിരിയേണ്ടി വന്നു. എന്നാൽ ഗ്രേറ്റർ ഇസ്രായേൽ പോലെയുള്ള പ്രൊജക്ടുകൾ ഇസ്രായേൽ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഈ ഒരു അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സത്യത്തിൽ ആ പ്രൊജക്ട് എന്നുള്ളത്. അത് പൂർണ്ണമായിട്ടും മറ്റൊരു രീതിയിൽ ഇസ്രായേലിന് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അമേരിക്കയും അതോടൊപ്പം തന്നെ അതിനെ പിന്തുണക്കുന്ന ആളുകളും പറയുന്നിടത്ത് മാത്രമാണ് ഈ രാജ്യങ്ങൾക്കൊക്കെ നിലകൊള്ളാൻ കഴിയുന്നുള്ളത് ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കണക്കിന് നോക്കുമ്പോൾ ഗ്രേറ്റർ ഇസ്രായേലിന്റെ പ്രൊജക്ടിന്റെ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഈ രാജ്യങ്ങൾ ഭാഗവാക്കാണെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു യുദ്ധമുഖത്ത് ഇസ്രായേൽ എന്നുള്ള രാജ്യം നിലനിൽപ്പിന്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ സമാധാന ജീവിതം സാധ്യമല്ലാത്ത അന്തരീക്ഷമാണ്. ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുള്ള ആക്രമണം ഉറപ്പായിട്ട് നേരിടേണ്ടി വരുന്ന സാഹചര്യം അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇരു രാജ്യം എന്നുള്ള പ്രശ്നപരിഹാരം മുന്നോട്ട് വെക്കുന്ന വലിയൊരു സംഗതിയുണ്ട്. പക്ഷെ ഹമാസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്നുള്ള ഫോർമുലയല്ല ഹമാസ് പറയുന്നത്. ഹമാസ് പറയുന്നത് ഇസ്രായേൽ എന്നുള്ളത് ഒരു അധിനിവേശ രാജ്യമാണ്. അവിടെ സ്ഥാപിച്ചതാണ്. അവരവിടുത്തെ ജനതയല്ല. ലോകത്തെങ്ങാനുമുള്ള സാമ്രാജ്യത്വ ഈ ഒരു ബ്രിട്ടന്റെ കോളനികൾ അല്ലെങ്കിൽ അമേരിക്കൻ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ ആളുകളെ, അവിടത്തെയുള്ള ജൂതവംശജരെയൊക്കെ അത്തരം രാജ്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കുകയാണ് സത്യത്തിൽ ചെയ്തത്. ഈ ഭൂമി മുഴുവനും അവിടുത്തെ ഫലസ്തീനികളുടേതാണ്. ആ ഫലസ്തീൻ ഭൂമിയിൽ ഇത്തരം ഒരു അധിനിവേശ ശക്തികളാണ് അവിടെ ഒരു രാജ്യം ഉണ്ടാക്കിയിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യം എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. ലോകത്തെങ്ങാനുമുള്ള രാജ്യങ്ങൾ ഒരു കാലഘട്ടം വരെ അത്തരത്തിലായിരുന്നു. ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ പിന്നീടാണ് ആ അന്തരീക്ഷം മാറിയത്. എന്നാൽ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട വസ്തുത, ഇസ്രായേൽ എന്നുള്ളത് നിലനിൽപ്പ് ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇപ്പോൾ, അധിനിവേശ രാജ്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൂഫാനുൽ അക്സ തുടങ്ങി ഒരു വർഷം പൂർത്തിയായപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ച പദ്ധതികൾ എന്നുള്ളത് ഫലപ്രാപ്തിയിൽ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഫലസ്തീൻ പോരാട്ടം എന്നുള്ളത് എല്ലാ ജനതയ്ക്കും പിന്തുണയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായ സാഹചര്യം എന്നുള്ളത്. അതോടൊപ്പം തന്നെ വലിയൊരു രീതിയിലുള്ള പദ്ധതികളെ ഈ തൂഫാനുൽ അക്സ കൊണ്ട് തകർക്കാൻ ഹമാസിന് സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കുമെന്നാണ്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ, ഒരു വർഷം മുമ്പ് ഹമാസിനെ ഇല്ലാണ്ടാക്കാൻ പോയി ഫലസ്തീനിൽ തുടങ്ങി വെച്ച ഈ യുദ്ധത്തിൽ നിങ്ങൾ വിജയിച്ചോ? അല്ലെങ്കിൽ അതിനുശേഷം ഹിസ്ബുള്ളയുമായിട്ട് ഇപ്പോൾ നടത്തുന്ന യുദ്ധങ്ങളിൽ നിങ്ങൾ വിജയിച്ചോ? ഫലസ്തീനിലെ ലക്ഷോപലക്ഷം ആളുകളെ കൊന്നൊടുക്കിയിട്ട് അവിടെ മുഴുവൻ വ്യവസ്ഥയും തകർത്തുകൊണ്ട് യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചില്ല എന്നാണോ ഇപ്പോഴും പറയുന്നത്? ഇതിൽ നിങ്ങൾ കൃത്യമായ ഉത്തരം നൽകുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഇറാനെ പോയിട്ട് ചൊറിഞ്ഞിട്ട് ഇറാന് ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെടുത്തും എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ മറ്റൊരിടത്ത് പരാജയപ്പെട്ടു എന്ന് പറയുന്നതാണ്. ഹിസ്ബുള്ളയുടെയും അതോടൊപ്പം തന്നെ ഹമാസിന്റെയും അടുത്ത് ഒന്നും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാത്ത ഇസ്രായേൽ ഇറാനെ എത്തരത്തിൽ നേരിടുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന് ഇപ്പോഴും ഉത്തരമാവുന്നില്ല. ഏതായാലും ഈ ഒരു വർഷം തൂഫാനുൽ അക്സക്ക് പൂർത്തിയാകുമ്പോൾ ഇസ്രായേൽ നിലനിൽപ്പ് ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ രാജ്യം എത്ര കാലം നിലനിൽക്കും എന്നുള്ള ഒരു ചോദ്യം ഇവിടെ അന്തരീക്ഷത്തിൽ
ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ ജനതയാകെ പരിഭ്രാന്തരായി മുഴുവൻ സമയവും സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശത്ത് ജീവിക്കേണ്ടി വരുന്നു. ഇത് എത്ര കാലം ഇനി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുന്നുള്ളത്. തീർച്ചയായും ഈ ഒരു പോരാട്ടങ്ങൾക്ക് മുഴുവനും അന്ത്യമുണ്ടാകുക തന്നെ ചെയ്യും. ഇസ്രായേൽ എന്നുള്ള അധിനിവേശ രാജ്യം ഈ പോരാട്ട സംഘങ്ങളോട് അല്ലെങ്കിൽ ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങളോട് ലോകത്താകമാനമുള്ള ചരിത്രം നമുക്ക് നോക്കിയാൽ ഇത്തരം പോരാട്ട പ്രസ്ഥാനങ്ങൾ ലക്ഷ്യം നേടിയ ചരിത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോരാട്ട വീതിയിൽ, ഈ ഒരു പോരാട്ടത്തിൽ ഫലസ്തീൻ ജനത ആത്യന്തികമായിട്ട് വിജയിച്ചിരിക്കുന്നു. അവരുടെ ജയം എന്നുള്ളത് അത് തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ പൂർത്തിയാവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്.